നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വെള്ളിയങ്കല്ല് തടയണ സംരക്ഷണ ഭിത്തിയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 8 വർഷത്തിലേറെയായി അപകട സാധ്യത ഉയർത്തി സംരക്ഷണ ഭിത്തി തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് 33,40,00,000 രൂപ ചെലവഴിച്ചാണ് നിലവിലെ സംരക്ഷണ ഭിത്തി നിർമ്മാണം പുരോഗമിക്കുന്നത്. തടയണയുടെ അറ്റകുറ്റപ്പണി നടത്താൻ ബാക്കിയുള്ള ഏപ്രണുകളും ഇതോടൊപ്പം നിർമ്മിക്കുന്നുണ്ട്. 2018 പ്രളയത്തിന് ശേഷം സെപ്റ്റംബർ 6 പുലർച്ചെ 4:30 സംരക്ഷണ ഭിത്തിയുടെ 50 മീറ്ററോളം ഭാഗം ആദ്യം പുഴയിലേക്ക് തകർന്നു വീഴുന്നത്. വീഴ്ചയിൽ 7.5 മീറ്ററിലധികം ഉയരത്തിൽ 100 മീറ്ററോളം ദൂരത്തിൽ സംരക്ഷണ ഭിത്തിക്ക് തകരാറുകളും സംഭവിച്ചിരുന്നു. പ്രളയം മൂലം ദിവസങ്ങളോളം തുടർന്ന പുഴയുടെ കുത്തൊഴുക്കിലും വെള്ളപ്പൊക്കത്തിലും സംരക്ഷണ ഭിത്തിക്ക് സംഭവിച്ച ബലക്ഷയമാണ് തകർച്ചയ്ക്കു കാരണമായി അന്ന് അധികൃതർ നൽകിയ വിശദീകരണം. 2019 പ്രളയകാലത്ത് സംരക്ഷണ ഭിത്തിയുടെ മറ്റൊരു ഭാഗവും പുഴയിലേക്ക് തകർന്നു വീണിരുന്നു. ഭിത്തി അടർന്നു വീണ ഭാഗങ്ങളിൽ ചാക്കുകളിൽ മണ്ണ് നിറച്ച് അടുക്കിവെച്ച് 3 മീറ്റർ ഉയരത്തിൽ താൽക്കാലിക ഭിത്തി വർഷാവർഷങ്ങളിൽ നിർമ്മിക്കാറാണ് പതിവ്. ലക്ഷക്കണക്കിന് രൂപയാണ് ഈ ഇനത്തിൽ ചിലവാക്കിയിരുന്നത്. താൽക്കാലിക സംരക്ഷണ ഭിത്തി നിർമ്മിച്ചാലും പ്രദേശത്ത് എപ്പോഴും അപകട സാധ്യത നിലനിൽക്കുന്നുണ്ടായിരുന്നു. വേനൽ അവസാനിച്ച് മഴക്കാലമായാൽ തടയണയുടെ ബാക്കി ഭാഗങ്ങൾ മുഴുവൻ തകർന്നു വീഴുമെന്ന ആശങ്കയിലാണ് സമീപവാസികളും നാട്ടുകാരും ഓരോ വർഷവും തള്ളി നീക്കിയിരുന്നത്. നിലവിൽ സംരക്ഷണ ഭിത്തി പുതുതായി നിർമ്മിക്കുന്നതിന് മുന്നോടിയായുള്ള അടിത്തറ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. ഇതിനായി മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ചുള്ള കിടങ്ങ് നിർമ്മാണ ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ വരുന്ന വേനലിൽ തന്നെ സംരക്ഷണ ഭിത്തി നിർമ്മാണം പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ട തിരുവേഗപ്പുറ പാലം നാളെ ഗതാഗതത്തിന് തുറന്നുകൊടുക്കും. ജനുവരി 1 അർദ്ധരാത്രി മുതലാണ് പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചത്. ചൊവ്വാഴ്ച ടാറിംഗ് പ്രവൃത്തികളും പൂർത്തിയാക്കിയാണ് പാലം ബുധനാഴ്ച തുറക്കുന്നത്. പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തിരുവേഗപ്പുറ പാലത്തിൽ ഇക്കഴിഞ്ഞ ഒക്ടോബർ 31 വിള്ളൽ രൂപപ്പെട്ടത്. ഇതേ തുടർന്നാണ് ജനുവരി 1 രാത്രി മുതൽ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചത്. അറ്റകുറ്റപ്പണികൾക്കായിരുന്നു ഗതാഗതം നിരോധിച്ചത്. ഫെബ്രുവരി 1 വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയെങ്കിലും പ്രവർത്തികൾ പൂർത്തിയായ സാഹചര്യത്തിലാണ് നേരത്തെ തന്നെ പാലം തുറന്നു കൊടുക്കുവാൻ തീരുമാനമായത്. നാളെ രാവിലെ 6 മണിയോടെ പാലം പൂർണ്ണമായും ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അടച്ചിട്ട പാലം ഫെബ്രുവരി 1 തുറക്കുമെന്നാണ് എഞ്ചിനീയർമാരും മറ്റ് വിദഗ്ധരും പറഞ്ഞിരുന്നത്. ഏതായാലും ഒരുവിധം പണി കഴിഞ്ഞ് ഒന്ന് തുറക്കാന്നുള്ള AXE ഔദ്യോഗികമായിട്ട് അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പാലത്തും വന്നു നോക്കിയതാണ്. ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ മട്ടൽ തന്നെയാണ് കിടക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ മുന്നേ 2-3 വർഷം മുന്നൊരു വർക്ക് നടന്നിരുന്നു. അതിന്റെ പോലെ അല്ല, ഇപ്രാവശ്യം വളരെ കൃത്യമായിട്ട് പണി നടന്നിട്ടുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, 65 കൊല്ലത്തോളം പഴക്കമുള്ള പാലത്തിന് ഇനി അത്ര ആയുസ് ഉണ്ടാവും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഏതായാലും ഒരു പുതിയ പാലം തന്നെയാണ് നമ്മളെ മുന്നിലെ പോകും വഴി. ഇതിപ്പോ അത്ര അധിക കാലമൊന്നും ഇതുമ്മ പിടിച്ചു വെക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല നമ്മളെ സംബന്ധിച്ച്. കാരണം ഇതിന്റെ സ്പാനും അടുത്ത സ്പാനും ഒക്കെ അതേമാതിരി ആയിക്കൂടായൊന്നുമില്ല. അപ്പോൾ ഒരു പുതിയ പാലത്തിന്റെ പ്രപ്പോസലുമായി മുന്നോട്ട് പോകേണ്ടതാണ് എല്ലാവരും. അതിനുള്ളൊരു പ്രവർത്തനം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്നാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. വേറെ നിലവിൽ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ പാലത്തിലൂടെ സർവീസ് തുടങ്ങിയിട്ടുണ്ട്. 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാലത്തിന് മുകളിൽ അറ്റകുറ്റപ്പണികൾ നടപ്പാക്കിയത്. പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചതോടെ ഇരുഭാഗങ്ങളിലേക്കുമുള്ള ആളുകൾ കിലോമീറ്ററോളം ചുറ്റിവളഞ്ഞാണ് യാത്ര ചെയ്തിരുന്നത്. യാത്രാക്ലേശവും ഇവിടെ വ്യാപകമായിരുന്നു. ഇതിനെല്ലാം പരിഹാരമായാണ് ഇപ്പോൾ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം പാലം തുറന്നു കൊടുക്കുന്നത്. വാഹനം മറ്റു യാത്രക്കാരൊക്കെ പോകുന്ന ഒരു പാലമാണ് തിരുവേഗപ്പുറ പാലം. ഇന്ന് അതിന്റെ ടാറിംഗ് അടക്കമുള്ള പണി പൂർത്തീകരിച്ചു. 25 ലക്ഷം രൂപയുടെ വർക്കാണ് ഇത്. ഈ 2ാം ഘട്ടത്തിൽ ഇത് കഴിഞ്ഞത്. അപ്പൊ ഇപ്പോഴത്തെ വർക്ക് കാണുമ്പോൾ വലിയ പ്രയാസങ്ങളോ പ്രശ്നങ്ങളൊന്നും ഇല്ല, കഴിഞ്ഞ വർക്കിന്റെ മാതിരിയല്ല. അപ്പോൾ AXE സംസാരിച്ചിരുന്നു. AXE ഇപ്പൊ ഈ റോഡുകളിൽ ബൈക്കും കാര്യങ്ങളൊക്കെ ആളുകൾ രാവിലെ നിർത്തിപ്പോയത് കൊണ്ട് ആളുകൾക്ക് ഇത് മുന്നറിയിപ്പ് കിട്ടാത്തത് കൊണ്ട് റൂട്ടിലൊക്കെ ബൈക്കും കാര്യങ്ങളും നിർത്തിയിട്ടുണ്ട്. ഇന്ന് പോകാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ബൈക്കുകളും മറ്റുള്ള വാഹനങ്ങളൊക്കെ, പോകാൻ കഴിയുന്ന വാഹനങ്ങളൊക്കെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. മറ്റ് ഇനിയും അപ്പുറത്ത് പാലത്തിന് ശോചനീയാവസ്ഥ. പുതിയൊരു പാലം വന്നാൽ മാത്രമേ നമുക്ക് ഈ പാലത്തിന്റെ വിഷയം പൂർണ്ണമായും അത് നല്ല രീതിയിൽ ജനങ്ങൾക്കൊരു ഉപകാരപ്പെടുള്ളൂ. എന്തായാലും ഇപ്പോൾ താൽക്കാലികമായി ഈ വർക്ക് കഴിഞ്ഞ് പാലം AXE പറഞ്ഞത് നാളെ 6 മണിക്ക്, അതായത് വാഹനങ്ങളൊക്കെ ഉള്ളത് കാരണമായിരിക്കും AXE അത്തരത്തിലുള്ളത് പിന്നെ രാവിലെ തുറന്നു കൊടുക്കും. ഡിജിറ്റൽ ലോകവും ഭരണഘടനാ മൂല്യങ്ങളും എന്ന വിഷയത്തിൽ മുഹമ്മദ് മൂസിൻ MLA-യുമായി സംവദിച്ച് കുട്ടികൾ. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുമായിരുന്നു സംവാദം.
മുഹമ്മദ് മോഹസിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ശ്രദ്ധയുടെ നേതൃത്വത്തിലാണ് ഡിജിറ്റൽ ലോകവും ഭരണഘടനാ മൂല്യങ്ങളും എന്ന വിഷയത്തിൽ പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുമായി മുഹമ്മദ് മോഹസിൻ എംഎൽഎ സംവദിച്ചത്. സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുമായിരുന്നു സംവാദം. ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഭരണഘടനാ മൂല്യങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകതയും പൗരബോധത്തിന്റെ പ്രസക്തിയും എംഎൽഎ വിദ്യാർത്ഥികളുമായി വിശദീകരിച്ചു. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഈ സമത്വം എന്താണ്? എല്ലാവരെയും തുല്യരായി കാണുക. അപ്പോ നമുക്ക് അധ്യാപകരെയും വിദ്യാർത്ഥികളൊക്കെ തുല്യരായിട്ട് കണ്ടാല് ഇപ്പോ ഇവനോട് എടാ അങ്ങോട്ടൊന്ന് മാറിക്കെന്ന് പറയുന്ന പോലെ അധ്യാപകരോട് പറയാൻ പറ്റുമോ? യെസ് പറയും. മനുഷ്യന് ലഭിക്കേണ്ട ഒരു പ്രാധാന്യം അവർക്ക് ലഭിക്കണം. അതിന് ഓരോരുത്തർക്കും അവരുടേതായ രീതിക്ക് കൊടുത്തത് വേണം. വിജയിച്ചിട്ട് കുട്ടികൾ സാർമാർ ചെന്നിട്ട് എന്നോ അങ്ങനെയൊന്നും വിളിക്കരുത്. അവർക്ക് അവരുടേതായ ബഹുമാനം കിട്ടും. വെരി ഗുഡ്, വെരി ഗുഡ്. കൈയടിക്കണം. നല്ല പോയിന്റാ പറഞ്ഞത്. അതായത് നിയമത്തിന്റെ മുമ്പില് എല്ലാവരും തുല്യരാണ്, അല്ലേ? സ്ത്രീയാണ് എന്നതിന്റെ പേരിൽ അവരുടെ ഒരു അവകാശം ഹനിക്കാൻ പാടില്ല. പുരുഷനാണ് എന്നതിന്റെ പേരിൽ അവരുടെ അവകാശം ഹനിക്കാൻ പാടില്ല. ഈ പ്രദേശത്ത് നിന്ന് നോർത്ത് ഇന്ത്യൻ ആണ്, സൗത്ത് ഇന്ത്യൻ ആണ് എന്ന് പറഞ്ഞ് നിയമത്തിന്റെ മുമ്പിൽ ഒന്നും കാണിക്കാൻ പാടില്ല. ഒരു പ്രത്യേക ജാതിയിലോ മതത്തിലോ വിശ്വസിക്കുന്നവരാ അല്ലെങ്കിൽ ജാതിയാണ് എന്ന് പറഞ്ഞിട്ട് അവരെ മാറ്റി നിർത്താൻ പാടില്ല, അല്ലേ? എല്ലാവരെയും അല്ലേ ഈക്വലായിട്ട് നിയമത്തിന് മുമ്പിൽ തുല്യരായിട്ട് കണക്കാക്കുന്നതാണ് ഒരു വലിയൊരു മൂല്യമാണത്, അല്ലേ? നമ്മളെ രാജ്യത്ത് പലപ്പോഴും അങ്ങനെ അല്ലാത്ത സംഭവങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ? വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മുഹമ്മദ് മോഹസിൻ എംഎൽഎ മറുപടിയും നൽകി. തുടർന്ന് താലൂക്ക് ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കും ഭക്ഷണം വിതരണം ചെയ്യുന്ന സേവന പരിപാടിയിലും മുഹമ്മദ് മോഹസിൻ എംഎൽഎ പങ്കെടുത്തു. മുൻ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, നഗരസഭാ കൗൺസിലർ വിജയകുമാർ, ശ്രദ്ധ കൗൺസിൽ അംഗങ്ങൾ SP സ്റ്റുഡന്റ് പോലീസ് കോർഡിനേറ്റർ പ്രശാന്ത്, പരിസ്ഥിതി പ്രവർത്തകൻ മുരളീധരൻ വേളേരിമഠം, ശ്രദ്ധ കൺവീനർ ഡോക്ടർ KP ആഷിഫ്, P ഹാഷിം, കരുണാകരൻ, പരമേശ്വരൻ, മുഹമ്മദ് റഫീഖ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായിട്ടുള്ള ശ്രദ്ധ, ആ ശ്രദ്ധയുടെ നേതൃത്വത്തിൽ SPCയിലെ കുട്ടികൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാനും അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ ഉള്ള രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം എത്തിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഇന്നിവിടെ ലഭ്യമാക്കിയിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആരോഗ്യം എന്നത് ഏറ്റവും വലിയ സമ്പത്താണ്. ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ വേദന അനുഭവിക്കുന്ന ആളുകളുണ്ടാവും, ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടാവും. അവരെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമുക്കും ചിലപ്പോൾ അസുഖങ്ങൾ വരാം, നമ്മളും ആശുപത്രിയാവാം. അപ്പൊ നമുക്ക് ഇതുപോലെ മറ്റുള്ളവർ സഹായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഗുണം ലഭിക്കും, അല്ലേ? അപ്പൊ നമ്മളൊരു പൗരൻ എന്നുള്ള നിലക്ക് നമ്മുടെ ഈ രാജ്യത്ത് എല്ലാവരെയും സഹായിക്കാനുള്ള, അതാണ് നമ്മുടെ സാഹോദര്യം എന്നുള്ള വാക്ക് തന്നെ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം നമുക്കറിയാം. ഭരണഘടന, സാഹോദര്യം, പരസ്പരം സഹായിക്കാനും സഹകരിക്കാനും ഒക്കെയുള്ള ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടാവുക എന്നത്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റായിട്ട് വളരുമ്പോൾ നമുക്ക് നല്ലൊരു അവസരമാണ് കിട്ടുന്നത്. അതിന്റെ കൂടെ തന്നെ വിദ്യാർത്ഥികളിൽ എമ്പതി അടക്കമുള്ള വിവിധങ്ങളായിട്ടുള്ള ക്വാളിറ്റീസ് വളർത്തിയെടുക്കാൻ ശ്രദ്ധ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. മുണ്ടുമടക്കി കുത്തി ക്രീസിലേക്ക് ബാറ്റുമായി ഇറങ്ങി വന്ന കളിക്കാരനെ കണ്ട് ആരാധകർ ആദ്യമൊന്ന് അമ്പരന്നു. അതിനേക്കാൾ അമ്പരപ്പ് ക്രീസിലെത്തിയ ശേഷമുള്ള പ്രകടനം കണ്ടപ്പോഴായിരുന്നു. തൃത്താല പ്രീമിയർ ലീഗിൽ പങ്കെടുക്കാനെത്തിയ മന്ത്രി MP രാജേഷിന്റെ തകർപ്പൻ ബാറ്റിംഗ് വൈറലാണ്. കഴിഞ്ഞ ദിവസം തൃത്താല പ്രീമിയർ ലീഗിന്റെ സമ്മാന വിതരണത്തിനായി എത്തിയതായിരുന്നു മന്ത്രി MP രാജേഷ്. സംഘാടകർ നിർബന്ധിച്ചപ്പോൾ ഒരു ഓവർ ബാറ്റ് ചെയ്യാമെന്ന് മന്ത്രി സമ്മതിച്ചു. പക്ഷേ പ്രൊഫഷണൽ താരങ്ങളെ പോലും അമ്പരിപ്പിക്കുന്ന പ്രകടനമായിരുന്നു മന്ത്രി പിന്നീട് ക്രീസിൽ നടത്തിയത്. നേരിട്ട ആദ്യ പന്ത് തന്നെ പോയിന്റ്സിന് മുകളിലൂടെ പറത്തിയ മന്ത്രി കാണികളുടെ കയ്യടി നേടി. അടുത്ത പന്തിൽ ഒരു സ്ട്രൈക്ക് ഡ്രൈവ്, അടുത്ത പന്തിനെ ഫ്രണ്ട് ഫൂട്ടിൽ ലോഗോണിന് മുകളിലൂടെ പറത്തി മന്ത്രി വീണ്ടും ഞെട്ടിച്ചു. അവിടം കൊണ്ട് തീർന്നില്ല. നാലാം പന്തിൽ സൂര്യകുമാർ യാദവിനെ വെല്ലുന്നൊരു ഉഗ്രൻ സ്പീഡ് ഷോട്ട്. അടുത്ത പന്ത് പോയിന്റിലേക്ക് തട്ടിയിട്ടു. അവസാന പന്ത് ഡിഫെൻഡ് ചെയ്ത മന്ത്രിയുടെ ക്ലാസിക് ബാറ്റിംഗ്. കൊപ്പം ടൗണിലെ സിഗ്നൽ ലൈറ്റിന്റെ പ്രവർത്തനം തുടങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് TV വത്സല സിഗ്നൽ ലൈറ്റിന്റെ സ്വിച്ച് ഓൺ നിർവഹിച്ചു. പ്രതിഷേധങ്ങൾക്കും നിരവധി ആശങ്കകൾക്കും ഒടുവിലാണ് സിഗ്നൽ ലൈറ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം കൊപ്പം ടൗണിൽ സിഗ്നൽ സംവിധാനം നിലവിൽ വന്നു. ഇനി കൊപ്പത്തെ
ഗതാഗതം നിയന്ത്രിക്കുക പ്രധാനമായും സിഗ്നൽ ലൈറ്റുകളായിരിക്കും. വലിയ ആശങ്കകൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് സിഗ്നൽ ലൈറ്റ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് പഞ്ചായത്ത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ ടൗണിൽ സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കുവാൻ തീരുമാനമായത്. ടൗണിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായ സാഹചര്യത്തിൽ കൂടിയായിരുന്നു സിഗ്നൽ ലൈറ്റിന്റെ ആവശ്യകത വീണ്ടും ഉയർന്നു വന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ടൗണിൽ സിഗ്നൽ ലൈറ്റ് സംവിധാനം ഉണ്ടായിരുന്നെങ്കിലും പല സാങ്കേതിക പ്രശ്നങ്ങളാലും സിഗ്നൽ ലൈറ്റിന്റെ പ്രവർത്തനം നിശ്ചലമാവുകയായിരുന്നു. തുടർന്ന് ടൗൺ നവീകരണം പൂർത്തിയായപ്പോഴാണ് വീണ്ടും ടൗണിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാവുകയും സിഗ്നൽ ലൈറ്റ് സംവിധാനം ഏർപ്പെടുത്തണമെന്ന ആവശ്യവും ഉയർന്നത്. ഏപ്രിൽ ചേർന്ന റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കുവാൻ തീരുമാനമായി. തുടർന്ന് ഇതിന്റെ നടപടികളുമായി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോവുകയും ചെയ്തു. ഇതിനിടെ മറ്റു അനുമതികൾക്കായുള്ള കാത്തിരിപ്പ് കൂടിയായിരുന്നു. ഇതെല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചാണ് സിഗ്നൽ ലൈറ്റ് സംവിധാനം കൊപ്പത്ത് യാഥാർത്ഥ്യമാക്കിയത്. കഴിഞ്ഞ ആഴ്ച സിഗ്നൽ ലൈറ്റിന്റെ പ്രവർത്തനോദ്ഘാടനം നടത്താൻ നിശ്ചയിച്ചിരുന്നെങ്കിലും വ്യാപാരികളുടെ പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. ടൗണിലെ വൈദ്യുതി പോസ്റ്റുകൾ നീക്കം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള മറ്റു അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കി സിഗ്നൽ ലൈറ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചാൽ മതിയെന്നായിരുന്നു വ്യാപാരികളുടെ ആവശ്യം. തുടർന്ന് ഇന്ന് രാവിലെ വ്യാപാരികളുമായി പഞ്ചായത്ത് അധികൃതർ ചർച്ച നടത്തി. വലിയ കോലാഹലങ്ങൾക്ക് ഒടുവിലാണ് വ്യാപാരികൾ നേരത്തെ നിശ്ചയിച്ചിരുന്ന പ്രതിഷേധത്തിൽ നിന്നും പിന്മാറി പഞ്ചായത്ത് അധികൃതരുമായി സഹകരിക്കാൻ തീരുമാനിച്ചത്. തുടർന്നായിരുന്നു സിഗ്നൽ ലൈറ്റിന്റെ ഉദ്ഘാടനം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി വത്സര സിഗ്നൽ ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. നമ്മുടെ കൊപ്പൻ ടൗണിലുള്ള ട്രാഫിക്കിന്റെ സിഗ്നൽ ഉദ്ഘാടനമാണെന്ന് കഴിഞ്ഞത്. ഒരുപാട് കാലമായിട്ട് ഇവിടെ ബ്ലോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു പരിഹാരമാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഈ സിഗ്നൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. എന്തായാലും എല്ലാവർക്കും ഇതൊരു ഉപകാരമാവട്ടെ എന്നാണ് ആശംസിക്കുന്നത്. പക്ഷെ അവരുടെ ആശങ്കകളെല്ലാം പരിഹരിക്കും. പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിലും പടിപടിയായി അവരുടെ ആശങ്കകളെല്ലാം പരിഹരിച്ച് നമ്മൾ നല്ല രീതിയിൽ എല്ലാവർക്കും അനുകൂലമായി തന്നെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകും. ഇലക്ട്രിക് പോസ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. AE വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ചർച്ച ചെയ്ത് നമ്മൾ അതിനും ഒരു പരിഹാരം കാണും. വൈസ് പ്രസിഡന്റ് അജയ് ഘോഷ്, സ്ഥിരം സമിതി അധ്യക്ഷൻ M രാജൻ, ഗ്രാമപഞ്ചായത്ത് അംഗവും മുൻ പ്രസിഡന്റുമായ T ഉണ്ണികൃഷ്ണൻ, മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പട്ടാമ്പിയിൽ IT പാർക്ക് ആരംഭിക്കാൻ ആവശ്യമായ നടപടികൾ വേണമെന്ന് ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം P ഷബീർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പിയിൽ IT പാർക്ക് ആരംഭിക്കണമെന്നാണ് ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത്. പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് സെമിനാർ ഹാളിൽ വെച്ചായിരുന്നു സമ്മേളനം നടത്തിയത്. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം P ഷബീർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ ഉൾപ്പെടെ സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി, സാമൂഹ്യ വ്യവസ്ഥിതി വരണം. അതാണ് പ്രവർത്തിക്കുന്നത്. എല്ലാവർക്കും തുല്യമായ അവകാശം, എല്ലാവർക്കും തൊഴിൽ, എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവരുടെയും അവകാശങ്ങൾക്ക് തുല്യമായ നില, ജനാധിപത്യം, മതനിരപേക്ഷത, അവിടെയാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകളുമായി മുതലാളിത്തവും അമേരിക്കൻ സാമ്രാജ്യത്വവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് നമ്മൾ സമ്മേളനം നടക്കുന്നത്. മാനുഷിക ബന്ധങ്ങളും മനുഷ്യന്റെ ജീവൻ പ്രശ്നങ്ങളും എങ്ങനെയാണ് മുതലാളിത്തം അഭിസംബോധന ചെയ്യുന്നത് എന്നത് നമ്മുടെ മുമ്പിലുണ്ട്. കോവിഡ് ഈ സമ്മേളനം എല്ലാ ലെവലിൽ നടന്ന സംഗതിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനൊരു അനുഭവം നേരത്തെ ഇല്ല. നമ്മളത് മാത്രമല്ല, നമ്മുടെ രക്ഷാത്മമാരുടെ ജീവിതത്തിലും കണ്ണിൽ കാണാത്തൊരു വൈറസ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരെ ഇങ്ങനെ കൊന്നെടുക്കുന്ന അനുഭവം മുമ്പില്ല. അങ്ങനെ ആ മുതലാളിത്തം ആ വിഷയത്തെ അഭിസംബോധന ചെയ്തത് നമ്മുടെ മുൻപിലുണ്ട്. കോവിഡാനന്തരം ലോകത്ത് വ്യാപകമായി സോഷ്യലിസമാണ് ശരി. ബ്ലോക്ക് പ്രസിഡന്റ് PR രജീഷ് അധ്യക്ഷനായിരുന്നു. വിജയകുമാർ, P അൻസാർ, VS അനുജ, N നീരജ്, PV രതീഷ്, AK ഷാനിബ്, ഷീല ശങ്കർ, VT രാഹുൽ, മുഹമ്മദ് ഷാഫി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. കൂറ്റനാട് മല കുളപ്പത്തൂർ കാവിന് സമീപം വീട്ടിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. മല്ലിക ബാബുവിന്റെ വീടിന്റെ അടുക്കളയിലാണ് മൂർഖൻ പാമ്പിനെ കണ്ടത്. തിങ്കളാഴ്ച രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. പുലർച്ചെ ഉറക്കമുണർന്ന് അടുക്കളയിൽ ചായ തിളപ്പിക്കാൻ കയറുന്നതിനിടെയാണ് ഗ്യാസ് സ്റ്റവിനടിയിൽ ചുരുണ്ട് മടങ്ങിയിരിക്കുന്ന മൂർഖനെ കാണുന്നത്. തുടർന്ന് പൊതുപ്രവർത്തകൻ രവി കുന്നത്ത്, ഫോറസ്റ്റ് റെസ്ക്യൂ വാച്ചർ സുധീഷ് കൂറ്റനാട് എന്നിവർ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി പിന്നീട് വനമേഖലയിൽ വിട്ടയച്ചു.
കഴിഞ്ഞ ദിവസം മുതൽ കാണാതായ കൂറ്റനാട് സ്വദേശിയായ യുവാവിനെ ആളൊഴിഞ്ഞ പറമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൂറ്റനാട് TSK നഗറിൽ പരേതനായ ബാബുവിന്റെ മകൻ 40 വയസ്സുള്ള സുജീഷാണ് മരിച്ചത്. തിങ്കളാഴ്ച മുതൽ ഇയാളെ കാണാതായിരുന്നു. തുടർന്ന് നടത്തിയ തിരച്ചിലിന് ഒടുവിലാണ് സമീപത്തെ പറമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.